ഹലോ ഫ്രണ്ട്സ്, ടെക്നിക് മലയാളത്തിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ ക്വിക്കായിട്ട് ഒരു അൺബോക്സിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. ഈ ഡിവൈസ് പുതിയ ഒരു ഡിവൈസാണെന്ന് പറയാൻ പറ്റില്ല, എന്നാൽ റിലേറ്റീവ്ലി പുതിയെന്ന് പറയാം. റെഡ്മി 15C കുറിച്ചാണ് നമ്മൾ പറയുന്നത്. റെഡ്മി 15C ലോഞ്ച് ചെയ്തത് ഡിസംബറിലാണ്, ഡിസംബർ ഫസ്റ്റ് വീക്കാണ്. നമുക്ക് എന്തോ കാരണം കൊണ്ട് ആ ഡിവൈസ് അന്ന് വന്നില്ല. ആക്ച്വലി കുറച്ച് ഡിലേസ് ഉണ്ടായി. എന്നാലും ഡിലേ ഉണ്ടായാലും നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഈ ഒരു ഡിവൈസ് അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് നമ്മൾ ഈ റെഡ്മി 15Cൻ്റെ അൺബോക്സിങ് ചെയ്യുന്നത്. അപ്പോൾ റെഡ്മി 15C ഒരു 5G ഡിവൈസാണ്. എഗെയിൻ ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിലെ ഒരു എൻട്രി ലെവൽ 5G ഡിവൈസാണ്. ഒരു 10,000 to 15,000 റുപ്പീസിനുള്ളിലാണ് ഇത് നിൽക്കുന്നത്. ഇതിൻ്റെ പ്രൈസിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് അറൗണ്ട് 12,500 റുപ്പീസ് മുതലാണ്, ഇൻക്ലൂഡിങ് കാർഡ് ഓഫേഴ്സ്. അപ്പോൾ റെഡ്മി 15Cയിൽ എന്തൊക്കെയാണ് വരുന്നത്, ഏതൊക്കെയാണ് ഫീച്ചേഴ്സ്, പ്രോസസ്സർ ഏതാണ്, ക്യാമറ സാമ്പിൾസ് എല്ലാം തന്നെ നമ്മൾ കാണിക്കാൻ പോകുന്നതാണ്. അപ്പോൾ റെഡ്മി 15Cൻ്റെ അൺബോക്സിങ്ങിലേക്ക് സ്വാഗതം. അപ്പോൾ എപ്പോഴത്തെയും പോലെ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ബോക്സ് ഒന്ന് തുറക്കാം. അപ്പോൾ നമുക്ക് അൺബോക്സിങ് തുടങ്ങാം. അപ്പോൾ ബോക്സിൻ്റെ ബാക്കിൽ സ്പെക്സ് ചെയ്ത് കാണാം. നമുക്ക് കാണാം ഡിമെൻസിറ്റി 6300 ചിപ്പാണ് വരുന്നത്. അതിനൊപ്പം തന്നെ മാസീവ് 6000 mAh ബാറ്ററി ഉണ്ട്, 33 watt ചാർജിങ് ഉണ്ട്, ചാർജർ ബോക്സിനകത്തുണ്ട്, സ്പെഷ്യലായിട്ട് എഴുതിയിട്ടുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് ആണ്, എന്നാൽ HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. 6.9 ഇഞ്ചസ് ആണ് വരുന്നത്. അറൗണ്ട് 8 mm ആണ് ഇതിന് തിക്നെസ് വരുന്നത്. സ്ലൈറ്റ്ലി അബൌവ് 200 grams വെയിറ്റും ഉണ്ട്. 50 MP AI ക്യാമറയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ബേസിക് ഇൻഫർമേഷൻ. അപ്പോൾ ഇവിടെ ബാക്കി ഇന്ത്യസ് ട്രസ്റ്റഡ് ബ്രാൻഡ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. റെഡ്മി 15Cൻ്റെ 5G ഡിവൈസാണിത്. അപ്പോൾ ബോക്സ് ഒന്ന് തുറക്കാം. ബോക്സ് തുറന്നിട്ട് നമുക്ക് ആദ്യം തന്നെ കിട്ടുന്ന റെഡ്മിയാണ്. ഇത് ബ്ലാക്ക് വേരിയൻ്റ് ആണ്. ഞാൻ ഇതിലേക്ക് വരാം. അതുകൂടാണ്ട് തന്നെ ബോക്സിനകത്ത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കിട്ടുന്ന ഒരു ചാർജിങ് കേബിളാണ്. അതുകൂടാണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 33 watt അഡാപ്റ്റർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ബോക്സിനകത്ത് തന്നെ വരുന്നുണ്ടെന്നാണ് പ്രത്യേകം എഴുതിയിട്ടുണ്ട്. ഇത് നമുക്കൊരു സിം ഇജക്റ്റ് പിന്നാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ മാനുവൽ ആൻഡ് വാറൻറ്റി ഇൻഫർമേഷൻ കാണാം. പിന്നെ ഒരു ട്രാൻസ്പാരൻറ്റ് TPU കേസാണ്. അപ്പോൾ ഇപ്പോൾ എല്ലാ ഫോണിലും വരുന്ന മാതിരി തന്നെ ഒരു ട്രാൻസ്പാരൻറ്റ് TPU കേസാണ്. സ്റ്റാൻഡേർഡ് ക്വാളിറ്റി TPU കേസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. നമുക്ക് ഡിവൈസും നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ റെഡ്മി 15C. അപ്പോൾ ഇതിൻ്റെ ലുക്സ് ഡെഫിനറ്റ്ലി നല്ല സ്റ്റൈലിഷ് ആണെന്ന് പറയാം. കാരണം ഈ ഒരു കളർ വളരെ പ്ലെയിൻ ആണെങ്കിലും ഇതിൻ്റെ ഒരു ബ്ലൂ കളറിൻ്റെ കുറേ പാറ്റേൺസ് ഒക്കെ ആയിട്ടുള്ള ഒരു കളറാണ്. നിങ്ങൾ പൊതുവെ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു കളർ ഡെഫിനറ്റ്ലി നല്ലതായിട്ട് എനിക്ക് തോന്നി. കാരണം വളരെ നല്ല മാറ്റ് ഫിനിഷാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. കണ്ടോ, തിക്നെസ് ഒക്കെ വളരെ സ്ലിം ആയിട്ട് എനിക്ക് തോന്നി. വെറും 8 mm തിക്നെസ് ഉള്ളൂ, എന്നാൽ 6000 mAh ബാറ്ററിയും കൊടുത്തിട്ടുണ്ട്. ഇതുകൂടാണ്ട് തന്നെ ഇതിനകത്ത് ഇവിടെ ബാക്കിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ്, എന്നാൽ പ്രൈമറി ക്യാമറ മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു ഡെപ്ത് സെൻസർ ആണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഒരു LED ഫ്ലാഷും കാണാം. പിന്നെ നമുക്ക് താഴെ USB Type-C പോർട്ട്, അതേപോലെ ഒരു നമുക്ക് 3.5 mm ഓഡിയോ ജാക്കിൻ്റെ സ്പീക്കർ യൂണിറ്റും കാണാം. പിന്നെ ഇവിടെ സൈഡിൽ പവർ ആൻഡ് വോളിയം കീസ്, ഈ ഒരു പവർ ബട്ടൺ തന്നെയാണ് ഫിംഗർ പ്രിന്റ് സ്കാനറായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇവിടെ സിം ട്രെയും കാണാം. നമുക്ക് SD കാർഡ് സപ്പോർട്ടും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഓവറോൾ ഡിസൈൻ ലാംഗ്വേജ് ഡെഫിനറ്റ്ലി നല്ലതെന്ന് പറയാം. കാരണം വളരെ കോമ്പാക്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. സൈസിലല്ല, തിക്നെസ്സും വെയിറ്റും അത്യാവശ്യം നല്ല രീതിയിൽ ബാലൻസ് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. എന്നാൽ ലാർജ് ഡിസ്പ്ലേ ആണ്, 6.9 ഇഞ്ചസ് ആണ്. അപ്പോൾ അത് ഒരിക്കലും ഒരു സ്ലിം അല്ലെങ്കിൽ കോമ്പാക്ട് ഡിവൈസ് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാൽ കോമ്പാക്ട്നെസ് എന്താണെന്ന് വെച്ചാൽ സ്ലിംനെസ്സിലാണ് അതിൻ്റെ ആ കോമ്പാക്ട്നെസ് ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഡിവൈസിൻ്റെ ഒരു ബേസിക് എന്താ പറയുക എക്സ്പീരിയൻസ് പറയാച്ചാൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കാരണം എന്താ വെച്ചാൽ നല്ല ഒരു ബഡ്ജറ്റ് ഡിവൈസ് എനിക്ക് ഒരു പ്രീമിയം ഡിസൈൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം നല്ല മാറ്റ് ഫിനിഷാണ്, പ്ലാസ്റ്റിക് ക്വാളിറ്റിയും നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനി നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ കുറിച്ച് പറയാം. ഇത് ഒരു 6.9 ഇഞ്ചസ് HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേ ആക്ച്വലി കുഴപ്പമില്ല. ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിലെ ഫോൺസിലൊക്കെ ഫുൾ HD റെസൊല്യൂഷൻ ഡിസ്പ്ലേ ഉണ്ട്. ഇവിടെ 120 Hz റിഫ്രഷ് റേറ്റാണ് നമുക്ക് കിട്ടുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു റിഫ്രഷ് റേറ്റുമാണ്. അതേപോലെ തന്നെ നമുക്ക് നല്ല ലാർജ് ഡിസ്പ്ലേ കൊണ്ട് തന്നെ മൂവീസൊക്കെ വാച്ച് ചെയ്യാൻ നല്ലതാണ്. എന്നാൽ താഴത്തെ ബെസൽസ് ഒബ്വിയസ്ലി വളരെ ലാർജാണ്. പിന്നെ വാട്ടർ ഡ്രോപ്പ് ആണെന്നുള്ള വേറൊരു പ്രോബ്ലി ഡൗൺ സൈഡ് എന്ന് പറയാവുന്നത്. ഒരു പഞ്ച് ഹോൾ ആക്കാമായിരുന്നു. അതേപോലെ ബോട്ടം ബെസൽസ് കുറച്ച് അധികം ഉണ്ടെന്ന് പറയാം. പക്ഷേ ഓവറോൾ ഡിസ്പ്ലേ ക്വാളിറ്റി നല്ലതാണ്, നല്ല ടച്ച് റെസ്പോൺസും ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ബ്രൈറ്റ്നസ് ലെവൽസും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റ് വേണ്ട ബ്രൈറ്റ്നസ് ലെവൽസ് കിട്ടുന്നുണ്ടെന്നാണ് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആസ്പെക്ട് എന്ന് പറയാവുന്നത്. മൂവീസൊക്കെ വാച്ച് ചെയ്യാൻ നല്ല കളേഴ്സും നല്ല റിച്ച്നെസ്സും എനിക്ക് തോന്നി. ഓവറോൾ കുഴപ്പമില്ലാത്ത ഒരു ഡിസ്പ്ലേ എന്ന് വേണമെങ്കിൽ പറയാം. എഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാട്ടർ ഡ്രോപ്പിന് പകരം ഒരു പഞ്ച് ഹോൾ കൊടുത്തിരുന്നെങ്കിൽ ഇതിലും ബെറ്റർ ആയേനെ എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഇനി സോഫ്റ്റ്വെയറിലേക്ക് വേണമെങ്കിൽ HyperOS ആണ് വരുന്നത്. ആൻഡ്രോയിഡ് 15 ആണ് വരുന്നത്. അത് പ്രോബ്ലി എനിക്ക് ഒന്ന് 16 കൊടുക്കാമായിരുന്നു. അതേപോലെ HyperOS ഇത് 2.0 ആണ് വരുന്നത്, 3.0 അല്ല. അപ്പോൾ 3.0 ഇപ്പോൾ റൂൾ ഔട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ഡിവൈസിന് എപ്പോൾ വരും നമുക്കറിയില്ല. ഇവിടെ നമുക്ക് കിട്ടുന്നത്
HyperOS 2.0 ആണ്, Android 15 ഔട്ട് ഓഫ് ദ ബോക്സ് ആണ്. അതേപോലെ തന്നെ നമുക്ക് 4GB 120GB ആണ് സ്റ്റാർട്ടിംഗ് വേരിയൻറ്റ്. അതേപോലെ 6ഉം 8GBയും വേരിയൻറ്റ് അവൈലബിൾ ആണ്. ഞാൻ സജസ്റ്റ് ചെയ്യുക ഡെഫിനറ്റ്ലി 6 ഓർ എബവ് എടുക്കുകയാണ്. 120GB സ്റ്റോറേജ് അവൈലബിൾ ആണ്. 4GB എടുത്താൽ പ്രോബ്ലി എന്താ പറ്റുക വെച്ചാൽ നമ്മൾ സെക്കൻഡറി ഫോണൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ നല്ലതാണ്. എന്നാൽ 4GB എനിക്ക് തോന്നുന്നു 2026 ഒരു കുറഞ്ഞ റാം വേരിയൻ്റ് ആണെന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. അപ്പോൾ 6GB എടുക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് റെഗുലർലി എന്താ പറയുക HyperOSൽ കിട്ടുന്ന അതേ ഫീച്ചേഴ്സ് ഒക്കെ തന്നെയാണ് വരുന്നത്. അതിൽ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അതേപോലെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഇൻ്റർ കണക്ടിവിറ്റി ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നമുക്ക് പേഴ്സണലൈസേഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ലോക്ക് സ്ക്രീൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ കസ്റ്റമൈസ് ചെയ്യാം. അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ തന്നെ ഇഷ്ടം പോലെ തീംസ് അവൈലബിൾ ആണ്. അപ്പോൾ ജനറലി നമുക്ക് HyperOSൽ കിട്ടുന്ന എല്ലാ ഫീച്ചേഴ്സും തന്നെ ഇവിടെയും നമുക്ക് കിട്ടുന്നുണ്ട്. വേറെ ഇഷ്യൂസ് ഒന്നും തന്നെ ഞാൻ നോട്ടീസ് ചെയ്തില്ല. പക്ഷേ ബ്ലോട്ട് വേസ് ഡെഫിനറ്റ്ലി ഒരുപാട് ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലേ. ഒരുപാട് ബ്ലോട്ട് വേസ് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. നിങ്ങൾ സ്ക്രോൾ ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും നല്ല രീതിയിൽ ബ്ലോട്ട് വേസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് വാങ്ങിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യായിരിക്കും നല്ലത്. അപ്പോൾ കുറച്ചും കൂടെ ഒരു നമുക്ക് സ്പേസും കിട്ടുകയും ചെയ്യും. ഈ അൺവാണ്ടഡ് ആപ്സ് ബാക്ക്ഗ്രൗണ്ട് റൺ ചെയ്യുന്ന ഇഷ്യൂസും ഉണ്ടാവില്ല. അപ്പോൾ ഒന്ന് ക്ലീൻ അപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ജസ്റ്റ് എല്ലാം അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാവുന്ന ബ്ലോട്ട് വേസ് ആണ് ഇതിനകത്ത് ഷിപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതായിരുന്നു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുന്നത്. ഇനി പെർഫോമൻസിലേക്ക് വേണ്ടി Dimensity 6300 ചിപ്പാണ്. ഞാൻ നേരത്തെ പറഞ്ഞ 4, 6, 8GB വേരിയൻ്റ് ആണ് വരുന്നത്. അപ്പോൾ Dimensity 6300 ഡെഫിനറ്റ്ലി ഒരു മിഡ് റേഞ്ച് അല്ലെങ്കിൽ ഒരു എൻട്രി ലെവൽ ചിപ്പ് എന്നുള്ളതിലേക്ക് നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ചിപ്പാണ്. കുഴപ്പമില്ലാത്ത എക്സ്പീരിയൻസ് ആണ്. ബഡ്ജറ്റ് ഫോൺസിനൊക്കെ അത്യാവശ്യം നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ചിപ്പ് തന്നെയാണ്. അപ്പോൾ ഇവിടെയും നമുക്ക് ഇഷ്യൂസ് ഒന്നും തോന്നിയില്ല. അതായത് നമ്മൾ ഡേ ടു ഡേ യൂസേജിൽ ലാഗോ അങ്ങനത്തെ ഒന്നുമില്ല. എന്നാൽ ഇതൊരു ഹെവി ടാസ്കിന് പറ്റിയ ഡിവൈസ് ഒബ്വിയസ്ലി അല്ല. കാരണം 12,000 13,000 രൂപയ്ക്ക് നമുക്കൊരു ഹെവി ടാസ്കിന് പറ്റിയ ഡിവൈസ് അല്ല. എഗെയിൻ ഒരു ബഡ്ജറ്റ് 5G ഡിവൈസിലേക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ച് ഫീച്ചർ ഫോണിനൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റിയ ഒരു ഫോണായിട്ട് എനിക്ക് പറയാം. അതേപോലെ തന്നെ ബഡ്ജറ്റ് 4G ഡിവൈസ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ 5Gയിലേക്ക് മാറണമെന്നുണ്ടെങ്കിലും ഇതേപോലത്തെ ഡിവൈസസ് നല്ലതാണ് ഡെഫിനറ്റ്ലി ഞാൻ പറയും. അപ്പോൾ പെർഫോമൻസ് വൈസ് കാര്യമായ ഇഷ്യൂസ് ഒന്നുമില്ല. പിന്നെ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ സൈഡ് മൗണ്ടഡ് ആണ്, സിംഗിൾ സ്പീക്കറാണ് വരുന്നത്. എഗെയിൻ ഇതൊക്കെ തന്നെ ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ കിട്ടുള്ളൂ. പിന്നെ 5G നമുക്ക് അവൈലബിൾ ആണ്, എല്ലാ ബാൻഡ്സും സപ്പോർട്ടഡ് ആണ്. കോൾ ക്വാളിറ്റി അത്യാവശ്യം കുഴപ്പമില്ല എന്ന് എനിക്ക് പറയാം. ഞാൻ എയർടെൽ മാത്രമേ ടെസ്റ്റ് ചെയ്തിട്ടുള്ളൂ, ബാക്കിയൊന്നും ടെസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഇതിൽ എനിക്ക് കോൾ ക്വാളിറ്റീസ് ഒന്നും കുഴപ്പം തോന്നിയില്ല. ഇനി ക്യാമറാസിലോട്ട് വേണമെങ്കിൽ നമുക്കൊരു 50 മെഗാപിക്സൽ പ്രൈമറി ക്യാമറയും ഒരു 8 മെഗാപിക്സൽ സെൽഫി ക്യാമറയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കൂടി വേണം. ഒരു ബേസിക് ക്യാമറയാണ് ഇതിനകത്ത് വരുന്നത്. എഗെയിൻ ബഡ്ജറ്റ് ഫോൺസിൽ ആ ഒരു ബേസിക് ക്യാമറ എക്സ്പീരിയൻസ് തന്നെ നമുക്ക് ഇവിടെയും കിട്ടുന്നത്. അപ്പോൾ ക്യാമറ സാമ്പിൾസ് ഒന്ന് വളരെ പെട്ടെന്ന് നോക്കാം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്ലാരിറ്റി ഒക്കെ ഉണ്ട്. 50 മെഗാപിക്സൽ ഒബ്വിയസ്ലി നല്ലൊരു ക്ലാരിറ്റി ഡെഫിനറ്റ്ലി നമുക്ക് തരും. പിന്നെ പ്രോസസ്സറും ബേസിക് പ്രോസസ്സർ ആയതുകൊണ്ട് തന്നെ ISP അത്രയ്ക്ക് ഒരു എഫക്റ്റീവായി എനിക്ക് തോന്നുന്നില്ല. എന്നാലും ഓവറോൾ ക്വാളിറ്റി ഡെഫിനറ്റ്ലി കുഴപ്പമില്ല എന്ന് പറയാം. നല്ല ഡീറ്റെയിൽസും നല്ല ഷാർപ്നെസ് കളേഴ്സൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ സെൽഫി ക്യാമറയും കുഴപ്പമില്ലാത്ത ഒരു 8 മെഗാപിക്സൽ സെൽഫി ക്യാമറയുടെ എനിക്ക് തോന്നി. 1080p റെസൊല്യൂഷനാണ് ഇതിനകത്ത് സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് വീഡിയോ സാമ്പിളും കാണാം. അപ്പോൾ ഓവറോൾ ക്യാമറയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഒരു ഡീസൻറ്റ് ക്യാമറ എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നിയത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം. ഇതിനകത്ത് വരുന്നത് 6000 mAh ബാറ്ററിയാണ്. അതിനൊപ്പം തന്നെ നമുക്ക് 33 വാട്ട് ചാർജിങ് ആണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ചാർജർ ബോക്സിനകത്തുണ്ട്. 6000 mAh ബാറ്ററി, HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്കൊരു 2 ദിവസമൊക്കെ കിട്ടും. ഒരു ആവറേജ് യൂസറായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു 2 days ഡെഫിനറ്റ്ലി എനിക്ക് തോന്നുന്നു ടിപ്പിക്കൽ യൂസറിന് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എഗെയിൻ ഹെവി യൂസർ ഒബ്വിയസ്ലി ഇങ്ങനത്തെ ഒരു ഫോണിന് സാധാരണ എനിക്ക് യൂസ് ചെയ്യില്ലല്ലോ. കാരണം കുറച്ചും കൂടെ പവർഫുൾ ഫോണായിരിക്കും ഹെവി യൂസേഴ്സ് യൂസ് ചെയ്യുക. അപ്പോൾ ഡെയിലി ഒരു റെഗുലർ യൂസേജ് ഒക്കെ എനിക്ക് തോന്നുന്നു 2 ദിവസമൊക്കെ ഡെഫിനറ്റ്ലി കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് ഈ 1.5 ദിവസം ഈസിലി കിട്ടേണ്ടതാണ്. അപ്പോൾ ഇതാണ് ബാറ്ററി ലൈഫ്. 33 വാട്ട് ചാർജറും ഇൻക്ലൂഡറാണ്. അപ്പോൾ ഇതായിരുന്നു റെഡ്മി 15Cൻ്റെ വളരെ ക്വിക്കായ ഒരു അൺബോക്സിങ്ങും എൻ്റെ ഒരു എക്സ്പീരിയൻസും. ഓവറോൾ എനിക്ക് തോന്നുന്നത് നല്ലൊരു ഡിവൈസാണ്. ഇതിൽ എനിക്ക് തോന്നിയ പോരായ്മകൾ, ഒന്ന് ഇതിനകത്ത് ഫുൾ HD റെസൊല്യൂഷൻ ഡിസ്പ്ലേയും കൂടെ കൊടുക്കാമായിരുന്നു. അതേപോലെ പഞ്ച് ഹോളിന് പകരം വാട്ടർ ഡ്രോപ്പിന് പകരം പഞ്ച് ഹോൾ കൊടുക്കാമായിരുന്നു. അതും എനിക്ക് തോന്നുന്നു ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നി. ബാക്കി എന്തുകൊണ്ട് എനിക്കൊന്ന് കുഴപ്പമില്ലാത്ത ഒരു ഡിവൈസ്, 5G ഡിവൈസ്, ഒരു എൻട്രി ലെവൽ 5G ഡിവൈസിന് വേണ്ട എല്ലാ ഗുണങ്ങളും ഇതിനകത്തും എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഈ ഡിവൈസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇത് നല്ലതാണോ അതോ നിങ്ങൾ വാങ്ങുമോ ഇല്ലേ എന്നുള്ളതെല്ലാം തന്നെ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതേപോലത്തെ കൂടുതൽ ടെക് വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ യു നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.